الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاطر السماوات والأرض جعل لكم من أنفسكم أزواجا ومن الأنعام أزواجا يذرؤكم فيه ليس كمثله شيء وهو السميع البصير. له مقاليد السماوات والأرض يبسط الرزق لمن يشاء ويقدر إنه بكل شيء عليم. شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. ما تنفقوا إلا من بعد ما جاءهم العلم بغيا بينهم ولولا كلمة سبقت من ربك إلى أجل مسمى لقضي بينهم وإن الذين أورثوا الكتاب من بعدهم لفي شك منه مريب. فذلك وادع واستقم كما أمرت ولا تتبع أهواءهم وقل آمنت بما أنزل الله من كتاب فأمرت لأعدل بينكم الله ربنا وربكم لنا أعمالنا ولكم أعمالكم لا حجة بيننا وبينكم والله يجمع بيننا وإليه المصير. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തിനെ വിശദീകരിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. 11-ാമത്തെ ആയത്ത് മുതൽ 15-ാമത്തെ ആയത്ത് വരെയുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ വായിക്കുന്നത്. കഴിഞ്ഞ സൂറത്തുകളെല്ലാം ഉണ്ടായിരുന്നതുപോലെ ഈ സൂറത്തിൻ്റെ ഈ ഭാഗവും ശൂറായോഗമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ എന്ന പോലെ കഴിഞ്ഞ സൂറത്തുകളിലും പരലോകത്തെക്കുറിച്ചും പ്രവാചകത്വ കൽപ്പനകളെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ഇന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അവരുടെ ഇടയിലുള്ള വിവരത്തെക്കുറിച്ചും പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ജീവിത ലക്ഷ്യം അത് വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തും മറ്റു സൂറത്തുകളൊക്കെ ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും പഠിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൽ പറയുന്നത്
ഫാത്തിർ സമാവാത്തി വല്ലർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അവൻ. അള്ളാഹു വലിയ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളെ സൃഷ്ടിച്ചു, ഭൂമിയെയും സൃഷ്ടിച്ചു. അപ്പോൾ ജഅലലക്കും മിൻ അൻഫുസിക്കും, നിങ്ങൾക്കിടയിൽ നിന്ന് അവൻ ഉണ്ടാക്കി അസ്വാജൻ ഇണകളെ ഉണ്ടാക്കി തന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. സമാവാത്ത് എന്ന് പറഞ്ഞാൽ ആകാശങ്ങൾ എന്നാണ്. ഭൂമിയും ആകാശങ്ങളെയും ഭൂമിയെയും അവനാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ജഅലലക്കും മിൻ അൻഫുസിക്കും, നിങ്ങൾക്കിടയിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു, അസ്വാജൻ ഇണകളായി സൃഷ്ടിച്ചു. മനുഷ്യർക്കിടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ജീവിച്ചാണ് മനുഷ്യ സമൂഹം നിലനിൽക്കുന്നത്. ഭാര്യ ഭർത്താക്കൾക്കിടയിലുള്ള സൃഷ്ടിപ്പിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ജഅലലക്കും മിൻ അൻഫുസിക്കും അസ്വാജ, ജഅലലക്കും നിങ്ങളെ അവൻ സൃഷ്ടിച്ചു, മിൻ അൻഫുസിക്കും നിങ്ങളെ ഇണകളെ, അസ്വാജ ഇണകളായി സൃഷ്ടിച്ചു. ഭാര്യ ഭർത്താക്കളായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കൾ എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. ആ കൽപ്പന അനുസരിച്ചാണ് ഉണ്ടാകുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും മനുഷ്യന്മാർ ഒന്നിച്ച് ജീവിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ചില ആളുകൾ ഇന്ത്യക്കാരാണ്, വേറെ ചില ആളുകൾ പാകിസ്ഥാനാണ്, വേറെ ചില ആളുകൾ വേറെ പല നാടുകളിലാണ്. കേരളത്തിൽ തന്നെ, ഇന്ത്യയിൽ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലെല്ലാം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നുണ്ട്. എന്താണ് അവരൊക്കെ സൃഷ്ടിച്ചതെന്ന് വെച്ചാൽ, അവരെ അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത്. അവർക്കിടയിൽ ഭാര്യ ഭർത്താക്കളാക്കിടയിൽ ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ്. അത് യാതൊരു സംശയവുമില്ല. ജഅലലക്കും, അവൻ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു അസ്വാജൻ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. അതിന് വ്യത്യാസമില്ല. ഒമിനൽ അൻആമി, കാലികളിൽ നിന്ന് അവൻ ഉണ്ടാക്കിയിരിക്കുന്നു അസ്വാജൻ ഇണകളാക്കിയിരുന്നു. കാലികളിൽ നിന്ന് അവൻ ഇണകളാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ ആരുടെ മകളാണ്, ആരുടെ മകനാണ് എന്ന് തീരുമാനിക്കുന്നത്, അവസാനമായി തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്. അങ്ങനെയാണ് കാര്യങ്ങളുടെ അവസ്ഥ. എതിറവൂക്കും, അവൻ നിങ്ങളെ ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ഇണകൾ അവർക്കിടയിലാകുന്ന രീതികൾ അങ്ങനെയാണ്, ഇണകളാക്കി സൃഷ്ടിച്ചിരിക്കുന്നു. ലൈസകമിഥ്ലിഹി ഷൈഉൻ, അതിനിടയിൽ ഒരു വ്യത്യാസവുമില്ല. ലൈസകമിഥ്ലിഹി ഷൈഉൻ, അവർക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല. ഒരു വ്യത്യാസവുമില്ലാത്ത മനുഷ്യനെ എങ്ങനെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജീവിക്കുന്ന മനുഷ്യന്മാർ ഭാര്യ ഭർത്താക്കളായി ജീവിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാൻ കഴിയില്ല. അത് അള്ളാഹുവാണ് നിശ്ചയിക്കുന്നത്. എതിറൂക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ അവൻ വംശവർദ്ധനവിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. മനുഷ്യർക്കിടയിൽ വംശവർദ്ധനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എതിറൂക്കും ലൈസകമിഥ്ലിഹി ഷൈഉൻ, അവർക്കിടയിൽ ഒരു വ്യത്യാസവുമില്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനമാണ്. വഹുവ സമീഉൽ അലീം, അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും, സമീയെ കേൾക്കുന്നവനും ബസീർ അറിയുന്നവനുമാകുന്നു. ലഹു, അവൻ്റെ കൈവശത്തിൽ പെട്ടതാകുന്നു. ലഹു മഖാലീദു സമാവാത്തി വൽ അർദി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ താക്കോലുകൾ അവൻ്റെ കൈവശമാകുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കിടയിൽ ആളുകളെ സൃഷ്ടിച്ചതിന് അവൻ്റെ കൈവശമാകുന്നു. യബ്സുത്തു റിസ്ഖ, അവൻ ആഹാരത്തെ, യബ്സുത്തു റിസ്ഖ, അവൻ ആഹാരം യബ്സുത്തു, അവൻ വിശാലമാക്കി തരുന്നു. ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരും ചില ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവരുമുണ്ട്. അതിലേക്കാണ് ഇവിടെ വെളിച്ചം വീശുന്നത്. യബ്സുത്തു റിസ്ഖ, അവൻ ആഹാരം ഉണ്ടാക്കി തരുന്നു. യശാവു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. യബ്സുത്തു തന്നെ ധാരാളമായി നൽകുന്ന, യബ്സുത്തു റിസ്ഖ ധാരാളമായി നൽകുന്നു. യശാവു, അവൻ ഉദ്ദേശിച്ചവർക്ക്. എത്രയാണോ അവർക്ക് ആവശ്യമുള്ളത്, അങ്ങനെ ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒന്നുമല്ല, എത്രയാണോ അവർക്ക് ആവശ്യമുള്ളത്, ആവശ്യമുള്ള അത്ര അവൻ കൊടുക്കുന്നു. അവൻ ഉദ്ദേശിച്ചവർക്ക് ധാരാളമായി നൽകുന്നു. അപ്പോൾ വേറെ ചില ആളുകൾക്ക് അവൻ ചുരുക്കി കൊടുക്കുന്നു. ഒരു ദിവസം ആവശ്യമായ
ഒരു ദിവസത്തേക്കുള്ളതോ അര ദിവസത്തേക്കുള്ളതോ പോകട്ടെ, ഒരു നേരത്തേക്കുള്ളത് പോലും ഒരു ദിവസവും അവന് കിട്ടുന്നില്ല. യഖ്ദിറു എന്ന് പറഞ്ഞാൽ പരിമിതമായി നൽകുക. ആവശ്യത്തിൽ ഏറ്റവും കുറഞ്ഞതാണ് അവർക്ക് നൽകുന്നത്. മറ്റേ ആളുകൾക്കോ ധാരാളമായി നൽകുന്നു. അങ്ങനെ ധാരാളമായും കുറഞ്ഞതായും അവർക്ക് കൊടുക്കുന്നു. ഈ കുല്ലിശൈഇൻ അലീം, എല്ലാം അറിയുന്നവരും വിവരമുള്ള എല്ലാ കാര്യവും അവൻ അറിയുന്നു. അങ്ങനെയാണ് അവൻ കൊടുക്കുന്നത്. അപ്പോൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമനുസരിച്ചാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. യബ്സുത്തു വയർസുഖു, യബ്സുത്തു എന്ന് പറഞ്ഞാൽ ധാരാളമായി നൽകുന്നു, യഖ്ദിറു എന്ന് പറഞ്ഞാൽ ചുരുക്കി നൽകുന്നു. എത്രയാണോ വേണ്ടത് അതിൻ്റെ ഏറ്റവും കുറഞ്ഞതാണ് നൽകുന്നത്. ഒരു ദിവസത്തേക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ചെറിയ സംഖ്യ പോലും, ചെറിയ ശതമാനം പോലും അവർക്ക് ലഭിക്കുന്നില്ല. മറിച്ചും അങ്ങനെയുള്ളത് അത് അല്ലാഹുവിൻ്റെ പണിയാകുന്നു എന്നർത്ഥം. ഷറാലക്കും അവൻ നിങ്ങൾക്ക് നിയമമാക്കി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഷറാനം നിയമമാക്കി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ദീനിൽ നിന്ന് അവൻ നിങ്ങൾക്ക് ശരീഅത്തായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ഷറ എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങൾക്ക് നിയമമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ശരീഅത്തായി നിശ്ചയിക്കുന്ന ഷറ എന്ന് പറഞ്ഞാൽ ശരീഅത്തായി നിശ്ചയിച്ചു. ഷറാലക്കും നിങ്ങൾക്ക് അവൻ നിയമമായി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ദീനിൽ നിന്ന് മാവസാബിഹി നൂഹിൻ വസിയ്യത്ത് ചെയ്തതോ അത്, വല്ലദീ ഔഹൈനാ ഇലൈക നിനക്ക് വഹി അറിയിക്കപ്പെട്ടതോ അതും, വമാ വസൈനാ ബിഹി ഇബ്രാഹിമ വമൂസ വഈസ, വമാ വസൈനാ ബിഹി ഇബ്രാഹിമിന് നമ്മൾ വസിയ്യത്ത് ചെയ്തതും മൂസാക്കും ഈസാക്കും. ഈ വളരെ വലിയൊരു കാര്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യമായ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അതാണ് നിങ്ങളുടെ നിയമം. നിങ്ങൾക്ക് ചെയ്യാനുള്ള ജീവിതത്തിൽ ഷറാലക്കും അതാണ് നിങ്ങൾക്ക് നിയമമാക്കി തന്നിരിക്കുന്നു. ദീനിൽ നിന്ന് നിങ്ങൾക്ക് അവൻ നിയമമാക്കി തന്നിരിക്കുന്നു. മാ വസ്സാബിഹി നൂഹ് നബിയോട് വസിയ്യത്ത് ചെയ്തതെന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. എല്ലാ കാര്യവും മനുഷ്യൻ നിർദ്ദേശിക്കുന്നു. ആ കാര്യങ്ങളാണ് വസ്സാബിഹി നൂഹിന് വസിയ്യത്ത് ചെയ്തതും, വല്ലദീ ഔഹൈന ഇലൈക നിനക്ക് നമ്മൾ വഹി മുഖേന അറിയിച്ചതും അതും അറിയിച്ചിരിക്കുന്നു. അപ്പോൾ വമാ വസൈന ഇലൈക നിനക്ക് വസിയ്യത്ത് ചെയ്തതും, വമാ വസൈന ബിഹി ഇബ്രാഹിമ വമൂസ വഈസ മൂസാക്കും ഈസാക്കും ഇബ്രാഹിം നബിക്കുമൊക്കെ വസിയ്യത്ത് ചെയ്യാത്തത് പറഞ്ഞാൽ അറിയാമല്ലോ, മരിക്കുന്ന സമയത്ത് അവസാനമായി അവൻ നിശ്ചയിക്കുന്നതിനാണ് വസിയ്യത്ത്. മരിക്കാൻ സമയത്ത് വേറെ ഇനിയൊന്നും ചെയ്യാനില്ലാത്തതുമ്പോൾ ഈ പരലോകത്തെ പറ്റിയും ദുനിയാവിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചൊക്കെ ആലോചിക്കുക. തൻ്റെ ജീവിതത്തിൽ വേറെ പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം എടുത്തു പറയുക. എന്നിട്ട് തൻ്റെ ജീവിതത്തിൽ തെറ്റുവന്ന കാര്യങ്ങളിലെങ്ങനെ തിരുത്താൻ നോക്കുക. ഇങ്ങനെ അവസാന വാക്കുകൾക്കാണ് വസിയ്യത്ത് എന്ന് പറയാം. അതാണ് വസിയ്യത്ത്. ഇബ്രാഹിം നബിക്ക് വസിയ്യത്ത് ചെയ്തതും മൂസാ നബിക്കും ഈസാ നബിക്കും ഒക്കെ വസിയ്യത്ത് ചെയ്തതും. ഇവിടെ 5 പ്രവാചകന്മാരെ പറ്റിയാണ് പറഞ്ഞത്. ഒന്ന് നൂഹ് നബി അലൈഹിസ്സലാം, രണ്ടാമത്തേത് മുഹമ്മദ് നബിക്ക് വഹി മുഖേന അറിയിച്ചത്, അതുപോലെ ഇബ്രാഹിം നബിയോട് വസിയ്യത്ത് ചെയ്തത്, മൂസാ നബിയോട് വസിയ്യത്ത് ചെയ്തത്, ഈസാ നബിയോട് വസിയ്യത്ത് ചെയ്തത്. ഈ 5 പ്രവാചകന്മാരെ പ്രത്യേകം പറഞ്ഞുകൊണ്ടും അവർക്കും നിങ്ങൾക്കൊക്കെ വസിയ്യത്ത് ചെയ്തത് നിങ്ങൾക്ക് 5 പേർക്കും വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. അതെന്താണത്? അൻ അഖീമുദ്ദീന, ഈ ദീനിനെ നിങ്ങൾ നിലനിർത്തണം. ഈ ദീനിനെ നിങ്ങൾ ഇവിടെ നിലനിർത്തണം. അഖാമ എന്ന് പറഞ്ഞാൽ സ്ഥാപിച്ചു, നിലനിർത്തിയതാണ്. അൻ അഖീമുദ്ദീന, ഈ ദീനിനെ നിങ്ങൾ നിലനിർത്തണം. വലാ തതഫറഖൂ ഫീഹി, നിങ്ങൾ അതിലൊരിക്കലും ഭിന്നിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഭിന്നിക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണോ നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടത് അത് ഇവിടെ നിലനിർത്താൻ നിങ്ങളുടെ ബാധ്യതയാണ്. അഖീമുദ്ദീന, ഈ ദീനിനെ നിങ്ങൾ നിലനിർത്തണം, അതാണ് നിങ്ങളുടെ ബാധ്യത. വലാ തതഫറഖൂ ഫീഹി, ആ വിഷയത്തിൽ നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. എന്ത് കാര്യമുണ്ടെങ്കിലും ആ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വലാ തതഫറഖൂ ഫീഹി, അതിൽ ഭിന്നിക്കാൻ പാടില്ലാത്ത വിധം നിങ്ങൾ ഒന്നിച്ച് ചെയ്യണം. കബുറാൽ മുശ്രിക്കീന
ബഹുദൈവ വിശ്വാസികൾക്ക് അവൻ ഭാരമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു. മാതദ്ഉഹും ഇലൈഹി, അവൻ എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അവൻ നിങ്ങൾക്ക് ഭാരമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അല്ലാഹു യജ്തബി ഇലൈഹി, അവൻ അവനിലേക്ക് വസിയ്യത്ത് ചെയ്തിരിക്കുന്നു. അത് ആകർഷകമായി കൽപ്പിച്ചതും മന്നശാവ് നാം ഉദ്ദേശിച്ചത് വൈഹുദി നമ്മൾ സന്മാർഗം വഴി കാണിച്ചു കൊടുത്തതും യുനീബ് മടങ്ങുന്നവരും അതൊക്കെ അതിന് വസിയ്യത്ത് ചെയ്യാനാണ്. അപ്പം ഈ വിഷയത്തിൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ശരീഅത്തുമായി ബന്ധപ്പെട്ടാണ് ഇഖാമത്തുദ്ദീൻ എന്നാണ് അതിന് പറയാം. ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിനെ നിലനിർത്തുക, ദീനിൻ്റെ മുഴുവൻ നിയമങ്ങളും ആധ്യാത്മികമായി നിലനിർത്തുക. ഇതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ ബാധ്യത. ആ ബാധ്യത മുസ്ലിങ്ങൾക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ആ കാര്യം മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആദം നബി മുതൽ ഇങ്ങോട്ട് ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി, ഈ 5 പ്രവാചകന്മാർക്കും പറഞ്ഞതാണ്. അതെല്ലാം അവരുടെ ബാധ്യതയാണ് ഈ ദീനിനെ നിലനിർത്താൻ എന്നുള്ളത്. ആ ദീനിനെ നിലനിർത്താൻ വേണ്ടി അവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. കബുറായ മുശരിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭാരമുള്ളതാണ്. മാതദ്ഉഹും ഇലൈഹി, എന്താണോ നിങ്ങൾ അവരോട് പറയുന്നത് അത് നിങ്ങൾക്ക് ഭാരമുള്ളതാണ്. അല്ലാഹു യജ്തബി ഇലൈഹി, അവൻ ഉദ്ദേശിക്കുന്നവരെ ചെയ്യുന്നു, അവൻ ചെയ്യുന്നു. മയ്യശാവ്, അവൻ ഉദ്ദേശിച്ചവരെ. യഹ്ദി, അവൻ മാർഗദർശനം ചെയ്യുന്നു. യുനീബ്, അവൻ മടങ്ങുന്നവരെ അവൻ നിലനിർത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ശരീഅത്ത് സാധനം പറയുക ശരീഅത്ത് നിയമം, ആ ശരീഅത്ത് നിയമം അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ദീനിനെ നിലനിർത്തുക എന്നതാണ് അവരുടെ ബാധ്യത. ഈ ബാധ്യത അവർക്ക് എല്ലാവർക്കും ഒരുപോലെ നിർബന്ധമാക്കി വെച്ചിരിക്കുന്നു. ഇനിയും പറയുന്നു, മാതഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചിട്ടില്ല, ഇല്ലാമിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു വന്നു കിട്ടിയതിന് ശേഷമല്ലാതെ ബഗ്യം ബൈനഹും, അവർക്കിടയിൽ ഓരോരാ കലിമത്തും സബഖത്തും റബ്ബിക ലഖുദിയ ബൈനഹും, ഓരോരാ കലിമത്തും ഒരു വിധിയില്ലായിരുന്നുവെങ്കിൽ, സബഖത്ത് മുമ്പ് കഴിഞ്ഞു പോയ വിധിയില്ലായിരുന്നുവെങ്കിൽ ഇലാ അജലി മുസമ്മ, നിശ്ചിത അവധി വരെ ലഖുദിയ ബൈനഹും, അവർക്കിടയിൽ വിധിക്കുമായിരുന്നു. ഊരിസുൽ കിതാബ, കിതാബിൻ്റെ കിതാബിന് അനന്തരമായി എടുക്കാൻ മിംബാദിഹിം, അവർക്ക് ശേഷം ലഫീ ശക്കിൻ മിൻഹു മുരീബ്, അതിൽപ്പെട്ടതാണ് നിങ്ങളുടെ മുരീബ്, നിങ്ങളുടെ സംശയമില്ല. അതിലും അഭായി പറഞ്ഞാലും നിങ്ങൾക്ക് സംശയം ഒട്ടുമില്ല. അപ്പോൾ ഈ ആയത്തും അതേ ആയത്തും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഒരേ കാര്യമാണ് പറയുന്നത്. അതിൽ പറഞ്ഞ കുറച്ചുകൂടി കാര്യം വിശദമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു വിഷയത്തിലും ഭിന്നിക്കാൻ പാടില്ല. എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആലയെ ഏൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ അന്ത്യം വരെ ജീവിപ്പിക്കണം. അങ്ങനെ ജീവിപ്പിക്കാൻ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു. ഫലിദാലിക, അതിനാൽ ഫദഉ, നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രബോധനം ചെയ്യുക. ഫദഉ, നിങ്ങൾ പ്രബോധനം ചെയ്യുക. വസ്തഖിം, നിരന്തരമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുക. വസ്തഖിം, ശരിയായി ചെയ്യുക. കമാഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ചെയ്യുക. വലാ തത്തബിഉ, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അഹ്വാഹും, അവരുടെ ഇച്ഛകളെ ഭിന്നിക്കാൻ പാടില്ല. അപ്പോൾ നീ പറയുക, ആമന്തു, ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ബിമാ അൻസലല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടുകൊണ്ട് ഈ കിതാബിൻ ഏറെ നിയമങ്ങളും നിർദ്ദേശങ്ങളും. ഉമിർത്തു, ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ആയതിലെ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നീതി പാലിക്കാൻ. അല്ലാഹു റബ്ബുന, അല്ലാഹുവാണ് നമ്മുടെ നാഥൻ. റബ്ബുക്കും, നമ്മുടെയും നാഥൻ അല്ലാഹുവാണ്. ലനാ അഅ്മാലുന, ഞങ്ങൾക്ക് അല്ലാഹുവിൻ്റെ നിയമങ്ങളുണ്ട്. വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിയമങ്ങളുമുണ്ട്. റബ്ബുന അഅ്മാലുന വലക്കും അഅ്മാലുക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ നിയമം, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിയമം. ലാ ഹുജ്ജത ബൈനനാ വ ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഒരു കാര്യവും തർക്കമില്ല. ലാ ഹുജ്ജത ബൈനനാ വ ബൈനക്കും, അല്ലാഹു യജ്മഉ ബൈനനാ വ ഇലൈഹിൽ മസീർ, അല്ലാഹു അവൻ നമുക്കിടയിൽ ഒരുമിച്ച് കൂട്ടും. ഇലൈഹിൽ മസീർ,
അവരിലേക്കാണ് സർവസ്തുതിയും. വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും പല കാര്യങ്ങളും വിശദീകരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിൽ പല 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 പ്രദേശ തട്ടുകളിലായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പഠിക്കുവാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.